ബോച്ചയുടെ ടോഡി പബ്ബിലാണ് ഇന്നത്തെ കാഴ്ച. വിഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ബീഫിന്റെ റിബാണ്. വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു കഷ്പിച്ച് ചെറിയ ഉള്ളി വഴറ്റി, അയ്യോ ഒരു രക്ഷയില്ല സാധനം. കണവ അല്ലെങ്കിൽ കൂന്തലുണ്ട്, അതുപോലെ ചെമ്മീനുണ്ട്, നാടൻ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ 65, പാൽ കപ്പയും ഈ ബീഫിന്റെ റിബും, കള്ളപ്പം, കപ്പ, താറാവ്, അതുപോലെ ബീഫ്, കൊഞ്ച്, ഡ്രാഗൺ ചിക്കൻ, കൊഴുവ, പിന്നെ മുളകിട്ട കറി. ഐറ്റങ്ങൾ കുറെ ഉണ്ട്. വെന്ത നല്ല വെള്ള കപ്പയാട്ടോ, അതിൽ നല്ല കേര മുളകിട്ട കറി. എന്റെ ടേസ്റ്റ് ഒന്നും വേറെയല്ല, അന്തസ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ബ്ലോഗുമായിട്ട് വരുന്നത്. ഇന്ന് ഷാപ്പിലെ കറി നാവിലൊഴി എന്ന പരിപാടിയിലൂടെയാണ് എന്നെ ഒരുപാട് പേരിങ്ങനെ അറിയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ഒരു രണ്ടാം വരവ് ഒരു ഷാപ്പിൽ നിന്ന് തന്നെ ആവാന്ന് വിചാരിച്ചു. സാക്ഷാൽ ബോച്ചയുടെ ടോഡി പബ്ബിലാണ് ഇന്നത്തെ കാഴ്ച. എൻ്റെ പുതിയ വേഷവിധാനം ഇത് ബനാന എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ ഒരു കമ്പനിയുടെ കോസ്റ്റ്യൂമാണ്. നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ തുടക്കവുമായി എല്ലാ സൗഹൃദങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സാക്ഷാൽ ബോച്ചയുടെ ടോഡി പബ്ബിലെ കാഴ്ചകൾ. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഷാപ്പുകൾക്ക് ഇനി അടുത്ത് ക്ലാസിഫിക്കേഷൻ വരികയാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ക്ലാസിഫിക്കേഷൻ കിട്ടുന്ന ഒരു കള്ള് ഷാപ്പാണ് നമ്മുടെ ബോച്ചയുടെ ഈ കള്ള് ഷാപ്പ്. കയറി വരുമ്പോൾ തന്നെ തെങ്ങിൽ കള്ള് ചെത്തുന്ന ഒരു സ്റ്റാച്യു ഒക്കെ ആയിട്ട് അങ്ങനെ ബോച്ചയുടെ ഒരു പ്രതിമ തന്നെ ഇവിടെയുണ്ട്. ഈ ഹട്ടിന് മറഡോണ ഹട്ട് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ ടവ ഫ്രൈ എല്ലാം റെഡി ആവുന്നത്. അങ്ങറ്റം വരെ ഒരു 6-7 ഹട്ടുകളുണ്ട്. ഇതിനകത്ത് ഊഞ്ഞാലുണ്ട്. അവിടെയൊക്കെ നല്ല പാടമാണ്. അതിനകത്ത് മീനും ഉണ്ട്. ഇത് നമ്മുടെ ഹട്ടിനോട് ചേർന്ന് മീൻ പിടിക്കാനുള്ള സംഭവമാണ്. ഇതാ ചൂണ്ട, എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് നമുക്ക് ഫിഷ് കിട്ടിക്കഴിഞ്ഞാൽ, മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മീൻ ഫ്രീ ആയിട്ട് വറുത്ത് കൊടുക്കും. അപ്പൊ ഇതാണ് ബോച്ചെ ടോഡി പബ്ബിന്റെ വിശാലമായ ഭക്ഷണശാല. ഒരു 150-200 പേർക്ക് ഇരിക്കാം. ഇതാണ് നമ്മുടെ ഷെഫ്. പേര് ആഗ്രൻ. വളരെ റയറായിട്ടുള്ള ഒരു പേരാണ് ആഗ്രൻ. അപ്പൊ ഇത് വന്ന സമയത്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കപ്പ, ബീഫ് റോസ്റ്റ്, നാടൻ ചിക്കൻ കറി, ഡക്ക് റോസ്റ്റ്, ക്രാബ്. ഇനി ഇപ്പുറത്തൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ഡക്ക് മപ്പാസിന്റെ ഗ്രേവിയാണിത്. ഇതൊരു ഐറ്റമാണ്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇത് മുളകിട്ട കറിയുടെ ഗ്രേവി. ഇത് തേങ്ങ അരച്ച ഫിഷിന്റെ ഗ്രേവി. ഓർഡർ വരുന്ന സമയത്ത് ഇതിലേക്ക് സാധനം ചെയ്താണ് കൊടുക്കുന്നത്. കേര മുളകിട്ടത് ബൾക്കായിട്ട് അടിച്ചു വെച്ചിരിക്കുക. നല്ല കുറാതിരിക്കണം. നല്ല ഗ്രേവി മാത്രം കഴിച്ചാൽ മതി, ഗ്രേവി. അപ്പോൾ നമ്മുടെ ബോച്ചെ ടോഡി പബ്ബിലെ വിഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇതാ കണവ അല്ലെങ്കിൽ കൂന്തലുണ്ട്, അതുപോലെ ചെമ്മീനുണ്ട്, നാടൻ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ 65, പാൽ കപ്പയും ഈ ബീഫിൻ്റെ റിബും, കള്ളപ്പം, കപ്പ, പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ നൂഡിൽസാണ്, താറാവ്, അതുപോലെ ബീഫ്, കൊഞ്ച്, ഡ്രാഗൺ ചിക്കൻ, കൊഴുവ, പിന്നെ മുളകിട്ട കറി. ഐറ്റങ്ങൾ കുറേ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം അവിടെ റെഡിയാവുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. താറാവ് കറി എങ്ങനെയുണ്ടോ നോക്കട്ടെ. താറാവ് അപ്പത്തിൻ്റെ കൂടെ ഒരു താറാവ് ഗ്രേവി ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ താറാവ് കറി ചൂടാ. അപ്പോൾ താറാവ് കറി ബെസ്റ്റ്. ഇനിയാണ് ഹൈലൈറ്റ് ഐറ്റം. ഏതാ? പാൽക്കപ്പയും ബീഫിൻ്റെ റിബാണ് കേട്ടോ. അതിൻ്റെ ഗ്രേവി കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അയ്യോ ഗ്രേവി സൂപ്പർ. ഇത് ഇത്തിരി നേരത്തെ ജോലിയുണ്ട്. ബീഫിൻ്റെ റിബാണ്. വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു കഷ്ണം പിച്ചി
അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ചെറിയ ഉള്ളി വഴറ്റി, അയ്യോ ഒരു രക്ഷയില്ലാത്ത സാധനം. കൂന്തൽ റോസ്റ്റ്, കൂന്തൽ. ആഹാ, ചെമ്മീനെ ഓ, ഇവിടുത്തെ ബീഫ് ഭയങ്കര അഭിപ്രായമാണ്. ബീഫും ചൂട് പൊറോട്ട ഇവിടെ നോക്കി നോക്കട്ടെ. പൊറോട്ടയുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ചൂട് ചുവന്ന കളറിരിക്കുന്ന പൊറോട്ടയ്ക്കകത്ത് ഈ ബീഫിൻ്റെ ഒരു 2 കഷ്ണം അതിനകത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് കയറ്റിയിട്ട് അടുത്തുള്ളത് കള്ളപ്പവും നാടൻ ചിക്കൻ്റെ ഗ്രേവി. നാടൻ ചിക്കൻ്റെ ഗ്രേവിയാണ് കള്ളപ്പത്തിൽ. നാടൻ ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചിട്ട് ആ കള്ളപ്പം വേറൊരു ടേസ്റ്റ്. ലെഗ് പീസ് തന്നെ ഇതാ കിട്ടി കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇതാ പൊന്നടാവേ, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ എവിടെ പോയാലും നമ്മുടെ കപ്പയും മീൻ കറി മറന്നാൽ പോയില്ലേ. നല്ല നല്ല വെള്ള കപ്പയാട്ടോ. അതിൽ നല്ല മുളകിട്ട കറി. ഞാൻ നേരത്തെ കാണിച്ച മുളകിട്ട കറി കുഴമ്പ് കണക്കിനിരിക്കുന്നു. ഇതാ കണ്ട, ഇത് ഒഴിക്കുമ്പോൾ തൈലം തളം കെട്ടി നിൽക്കും പോലുള്ള കേര മുളകിട്ട കറി. ഒരു പീസ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ, അന്തസ്, ഒരു രക്ഷയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരിക, ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, നല്ല നമസ്കാരം. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ വീട് വളരെ മനോഹരമായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അമ്മ വീട്ടിലും വരിക. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാർ പറയുന്നത് പോലെ രാത്രി യാത്രയില്ല. ഓക്കെ.